ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു. ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു. പിന്നെ മഴയൊക്കെ ഉണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഇന്നലെ മഴ വന്നിട്ടില്ല. പിന്നെ ഗോൾഡൻ ഡാലിയ കുഞ്ഞ് കണ്ട ഫ്ലവർ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. മുട്ടുകളുണ്ട് കുറേ, കണ്ടോ നിങ്ങൾ? ഇവിടെ ഒരു വലിയ മരമായി. എനിക്ക് എല്ലാ ചെടികളും നല്ല മരമായി വളർത്താനായിട്ട് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ടായിരിക്കും ഇവളും ഇങ്ങനെ മരമായി പോകുന്നത്. കണ്ട യെല്ലോ സുന്ദരി. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു യെല്ലോ ക്ലൈംബിംഗ് റോസ് കാണിച്ചു തരണേന്ന്. കാണിച്ചു തരാൻ കേട്ടോ. എനിക്ക് പല രീതിയിലുള്ള ക്ലൈംബിംഗ് റോസ് ഉണ്ട്. യെല്ലോ ക്ലൈംബിംഗ് റോസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഷെയ്ഡ്, ഡാർക്ക്, ലൈറ്റ്, മിക്സ് കളർ, അങ്ങനെ യെല്ലോ കളറിലും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന യെല്ലോ ക്ലൈംബിംഗ് റോസിനെ കാണിച്ചു തരാം. ഇത് കണ്ട, ഒന്നാമത്തെ ഇവള് ആരാണെന്നറിയോ? ക്ലൈംബിംഗ് ജാക്കി, ക്രീപ്പർ ജാക്കി എന്നൊക്കെ പറയും. ഇത് ക്ലൈംബിംഗ് റോസ് ആണ്. ഇത് കണ്ടു, വിരിയുമ്പോൾ തന്നെ യെല്ലോ കളറാണ്. അത് കഴിയുമ്പോൾ വൈറ്റിലേക്ക് മാറും. ഇതൊരു വലിയ മരമായ ചെടി വേറെ ഉണ്ട്. ഇത് ചെറുതാണ്. വേറൊരുത്തിയെ കാണിച്ചു തരാം. ഇവളാരാന്ന് മനസ്സിലായോ? ഷോർട്ട് വീഡിയോയിൽ കണ്ടില്ലേ? അന്നയുടെ പേര്. ഇതൊരു ക്ലൈംബിംഗ് റോസ് ആണ്. കണ്ടോ? വേറൊരുത്തി. ഇവളെ ശരിക്കും കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ജാനത്ത് പോയിരിക്കുക. കണ്ടോ നിങ്ങൾ? കണ്ടോ? ശരിക്കും കയ്യെത്തുന്നില്ല മക്കളെ. കണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ? ഇതൊരു ക്ലൈംബിംഗ് റോസ്, ഒരു ബിഗ് ഫ്ലവർ ആണ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഞാൻ വളച്ച് കാണിച്ചു തരാം. എവിടെ? കണ്ടോ? അവള് തന്നെ അവള്. കണ്ടോ? ഇങ്ങനെ ഇപ്പോൾ ഈ മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ യെല്ലോ ക്ലൈംബിംഗ് റോസ് കാണിക്കാൻ പറ്റിയത്. പിന്നെ ഫ്ലവർ ആകുന്നതനുസരിച്ച് കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ? പിന്നെ ഒട്ടുമിക്കവരും റോസ് ചെടികൾ വളർത്തുന്നതിൽ പരാജയം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾ നഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ ഞാൻ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മണ്ണ് കളഞ്ഞിട്ട് നിങ്ങൾ പ്ലാന്റ് പോട്ട് ചെയ്യണമെന്ന്. പക്ഷേ റോസ് ചെടികൾ വളർത്തി പരാജയപ്പെട്ടവർ മണ്ണ് ഒത്തിരി കളയണ്ട. പോട്ടിൽ നിന്നോ കവറിൽ നിന്നോ ചെടി എടുത്ത ശേഷം ഒരു ബക്കറ്റ് വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഈ ചെടിയുടെ റൂട്ട് ബോൾ ഫുള്ള് മുങ്ങത്തക്ക രീതിയിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ 10-20 മിനിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് താഴെ നിന്ന്, റൂട്ട് ബോളിൻ്റെ താഴെ നിന്ന് മണ്ണ് ഇങ്ങനെ കൈവച്ച് എടുത്ത് കളയുക. താഴെ നിന്ന് കൈവച്ച് മണ്ണ് ഇങ്ങനെ കൈവച്ച്, വേര് കട്ടാകാതെ കൈവച്ച് മണ്ണ് കളയുക. മേലിൽ നിന്നൊന്നും കളയണ്ട. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോട്ടി മിശ്രിതത്തിലേക്ക് ഈ പ്ലാന്റ് ഇറക്കി വെക്കുക. എന്നിട്ട് തണലത്ത് വെച്ചിട്ട് പിന്നെ പറഞ്ഞു തന്ന രീതിയിൽ ചെടികളുടെ പരിചരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ. അപ്പോൾ പ്ലാന്റുകളെ നശിച്ചു പോകുന്നത് കുറച്ച് നമുക്ക് ഒഴിവാക്കാം. പിന്നെ അറിയില്ലാത്ത ആളുകൾ, റോസ് ചെടികൾ വളർത്തി പരാജയപ്പെട്ട എല്ലാവരും ആദ്യം തന്നെ ഒത്തിരി വില കൂടിയ ചെടികൾ വാങ്ങാതെ ചെറിയ ചെറിയ ചെടികൾ വാങ്ങുക. അതായത് 30 രൂപക്കും 15 രൂപക്കും ഒക്കെ റോസുകൾ കിട്ടുന്നുണ്ട്. അത് 1-2 വാങ്ങിക്കുക. എന്നിട്ട് അത് സക്സസ് ആയതിനു ശേഷം വെറൈറ്റി ചെടികൾ വാങ്ങുക കേട്ടോ. കൂടുതലും നാടൻ ബഡിങ്ങും ഓൺ റൂട്ടും പ്ലാന്റുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വെറൈറ്റി റോസുകൾ കിട്ടണമെങ്കിൽ അത് ബഡ് റോസ് തന്നെ കിട്ടത്തുള്ളൂ. അതെല്ലാം പ്ലാന്റുകൾ വളർത്തി കുറച്ചായതിനു ശേഷം മാത്രം. പിന്നെ നിങ്ങളുടെ ചെടിയിൽ തൃപ്പിൻ്റെ ശല്യമുണ്ടോ? ചില ചെടികളുടെ ലീഫുകൾ ചുരുളും, മൊട്ടുകളെല്ലാം അരികിൽ നിന്ന് സൈഡിൽ നിന്ന് തിന്ന് വെക്കും. അതൊരു ജീവിയാണ്. തൃപ്പെന്ന് പറഞ്ഞാൽ ഒരു ജീവിയാണ്. അത് പല പല വർണ്ണങ്ങളിൽ വരാം. ലീഫുകൾ തിന്നുകയാണെങ്കിൽ അത് തളിരിലകളെല്ലാം തിന്ന് നമ്മുടെ ചെടികൾ ക്രമേണ നശിപ്പിച്ചു കൊണ്ടേയിരിക്കും. മൊട്ടുകളാണ് തിന്നുന്നതെങ്കിൽ 2 സൈസ് ത്രിപ്സ് ഉണ്ട്. മൊട്ടുകൾ ഇഷ്ടമുള്ളവയാണെങ്കിൽ മൊട്ടുകൾ തിന്ന് അതിൻ്റെ ഷേപ്പെല്ലാം നശിപ്പിച്ച് അതിൻ്റെ നീരുകളെല്ലാം ഊറ്റി കുടിച്ച് മൊട്ടുകൾ വിരിയാതെ ഇങ്ങനെ യെല്ലോ കളറായി പൊഴിഞ്ഞു പോകും. ലീഫുകളാണെങ്കിൽ തളിർ ലീഫുകളുണ്ട്, അതെല്ലാം തിന്ന്
തീർത്ത് അതിൻ്റെ നീരുറ്റി കുടിച്ച് നശിക്കും. എങ്ങനെ ആയാലും നമ്മുടെ ചെടികൾക്ക് അപകടകാരികളാണ് ഇവർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സ്പൂൺ സോപ്പ് ലിക്വിഡ് എടുക്കുക, ഒരു 10 ml 15 ml നീം ഓയിൽ എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിനകത്തേക്ക് ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. അത് ഏത് ഓയിലാണെങ്കിലും, സൺഫ്ലവറോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്യുക. തളിരിലകളിലും സ്റ്റെമ്മുകളിലും ലീഫിൻ്റെ താഴെ ഇങ്ങനെ പിടിച്ചിട്ട് താഴെ എല്ലാം സ്പ്രേ ചെയ്യുക. ഈ ജീവികൾ സൂക്ഷ്മമായിട്ട് അതിൻ്റെ മുട്ടകൾ ഇട്ട് വെക്കും. ഇത് കണ്ട, ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റത്തില്ല. ചെറുതായിട്ട് സ്പ്രെഡായി ചെടികൾ നശിച്ചു പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മുടെ ലീഫുകളിലെ ചെടികളുടെ ലീഫുകളിൽ ഈ പ്രശ്നം കണ്ടാൽ ഉടനെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാം. ഇതിൽ മാസത്തിൽ 2 വട്ടം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് അത് ലീഫിൽ ഇവിടെയും സ്പ്രേ ചെയ്യണം, ഇതിൻ്റെ താഴെയും സ്പ്രേ ചെയ്യണം. മനസ്സിലായോ കേട്ടോ? ഒത്തിരി നമ്മുടെ ചെടികളിലെ ഈ ത്രിപ്സ് അറ്റാക്ക് ഉണ്ടെങ്കിൽ, ചെടികൾ ഒത്തിരി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ജൈവ കീടനാശിനിയും ഇതിൻ്റെ ഈ നമ്മുടെ സോപ്പ് ലിക്വിഡും നീം ഓയിലും വെജിറ്റബിൾ ഓയിലും വെച്ച് മാറാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രാസകീടനാശിനികൾ, എന്തെങ്കിലും റോഗറോ കോൺഫിഡോറോ അതെല്ലാം സ്പ്രേ ചെയ്യുക കേട്ടോ. ഒത്തിരി സ്പ്രെഡായിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ സമയത്ത് ആഴ്ചയിൽ 1 വട്ടം എന്തായാലും സാഫ് സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് 10 ദിവസത്തിലൊരിക്കൽ 15 ദിവസത്തിലൊരിക്കൽ മാത്രം സാഫ് സ്പ്രേ ചെയ്താൽ മതി. ഇത് ആഴ്ചയിൽ 1 വട്ടം എന്തായാലും ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ആഴ്ചയിൽ 2 വട്ടമോ 3 വട്ടമോ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി സ്പ്രേ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചെടിക്കൊന്നുമില്ല, ത്രിപ്സിൻ്റെ അറ്റാക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇന്ന് ത്രിപ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും നഴ്സറിയിൽ നിന്നൊരു റോസ് വാങ്ങിച്ചിട്ട് പരാജയപ്പെടുത്ത കൂട്ടുകാർക്ക് അതെങ്ങനെ നടാമെന്നും പഠിച്ചു, മണ്ണ് കളയാമെന്നും പഠിച്ചില്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് റോസ് ചെടികൾ വളർത്തി വിജയിപ്പിക്കാനുള്ള പുറപ്പാടാണ് എൻ്റെ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കലക്കാം കേട്ടോ മക്കളെ. ഓക്കെ, നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. നിങ്ങളുടെ ചെറിയ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ കേട്ടോ മക്കളെ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ. ഓക്കെ, ടാറ്റാ, ബൈ.